ദൈവത്തിന് സ്തോത്രം. അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണയ്ക്കണേ. അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണയ്ക്കണേ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രമെന്നും സ്തോത്രമേ. ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇയ്യോബിന്റെ ജീവിത വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തന്റെ ഭാര്യയെ നാം അപഗ്രഹിച്ച് പഠിക്കുകയാണ്. ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടിയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 13-15 വയസ്സ് കാണും അല്ലേ ആ പെൺകുട്ടി ഇയ്യോബ് എന്ന പ്രഭുവിന്റെ ഭാര്യയായി ആ കൊട്ടാര സമാനമായ ഭവനത്തിലേക്ക് വരുമ്പോൾ. പുറത്തും സമൂഹത്തിലും വളരെ തിരക്കുള്ള ഭർത്താവ്, വീട്ടിനുള്ളിലും പരിസരത്തും ഒരുപാട് ജോലിക്കാരും ഉത്തരവാദിത്തങ്ങളും തനിക്കുമുണ്ട്. സദൃശവാക്യം 31:11. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. 31:15. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. സദൃശവാക്യങ്ങളിലെ ലെമുവേൽ രാജാവിന്റെ വചനങ്ങളാണെങ്കിലും ഇവിടെ അത് വളരെ അന്വർത്ഥമാണ്. സാമർഥ്യത്തോടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിവർത്തിക്കുന്നതോടൊപ്പം ഭവനത്തിലെ യാഗം, പ്രാർത്ഥന ഇവയിലും അവൾ അദ്ദേഹത്തിന് സഹായമായി. അങ്ങനെ സന്തോഷമായി മുന്നോട്ട് പോകവേ ആദ്യത്തെ കുട്ടി പിറക്കുന്നു. പിന്നീട് അങ്ങോട്ട് 1-2 വർഷം ഇടവിട്ട് 9 കുട്ടികൾ കൂടി ആ ഭവനത്തിന് അനുഗ്രഹമായി ദൈവം നൽകി എന്നൂഹിക്കാം. ഇനി ഒന്ന് ചിന്തിച്ചേ, ആ അമ്മയുടെ ഉത്തരവാദിത്തം, അവസ്ഥാവിശേഷം, നമ്മൾ പറയുന്ന സ്ട്രെസ്, ഹോർമോണൽ ചേഞ്ചസ്, ഇങ്ങനെ എന്തെല്ലാം അവർ ആ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. അന്നത്തെ രീതിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം, ആഹാര ക്രമീകരണങ്ങൾ, പിന്നെ ബാലാരിഷ്ടകൾ കൈകാര്യം ചെയ്യണം, അഡോൾസെന്റ് പ്രോബ്ലം മാനേജ്മെന്റ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഒരു സാധാരണ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ധനിക കുടുംബത്തിലെ മക്കളെ നിയന്ത്രിച്ചു നിർത്താൻ വളരെ പ്രയാസമാണ്. ആ വീടുകളിലല്ലേ ഏറെ കുടുംബ പ്രശ്നങ്ങളും മറ്റും നാം കാണുന്നത്. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ എന്തെളുപ്പമാണ് ആ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ്, സ്വഭാവ രൂപീകരണം, കൂടാതെ കുടുംബ ഡോക്ടർ, ട്യൂഷൻ ടീച്ചർ, ഇതൊക്കെ ആ അമ്മയായിരുന്നില്ലേ? അക്കമിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണോ ചെയ്യുന്ന ജോലികളൊക്കെ? തിരക്കുകളൊക്കെ കഴിഞ്ഞ് കൃത്യമായി അപ്പൻ കുടുംബ പ്രാർത്ഥനകൾക്കും യാഗങ്ങൾക്കും നേതൃത്വം വഹിക്കും. അപ്പോഴേക്കും ഭവനാന്തരീക്ഷം ദേവാലയമാക്കി അമ്മ മക്കളുമായി തയ്യാറായിരിക്കും. ഇങ്ങനെ ആത്മീയ ശിക്ഷണവും നൽകി ചിട്ടയോടെ കുഞ്ഞുങ്ങളെ വളർത്തി. ആൺകുട്ടികൾ അപ്പനെ പോലെ ബിസിനസ് മാനേജ്മെന്റും വശമാക്കി കാണണം. ഇങ്ങനെ കഴിവൻ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ സ്വയം പറക്കാൻ പ്രായമായപ്പോൾ എല്ലാവരെയും കുടുംബസ്ഥരാക്കി. 1-2 മക്കളുള്ള മാതാപിതാക്കൾ വിവാഹം ഒന്ന് നടന്നു കിട്ടാൻ വിഷമിക്കുന്ന വിഷമം കണ്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഒന്ന് നടന്നാലോ? പിന്നെയുള്ള പൊല്ലാപ്പുകൾ വേറെ. നമ്മളിതൊക്കെ അനുഭവസ്ഥരല്ലേ? അപ്പോഴോർക്കണം, അനുഗ്രഹിക്കപ്പെട്ട ബന്ധുത അവർക്കെല്ലാം കിട്ടി. ഇനി അതെങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ എല്ലാ ആങ്ങളമാരും അവരവരുടെ വീട്ടിലെ വിരുന്നിന് 3 പെങ്ങന്മാരെയും ആള് വിട്ട് വിളിപ്പിക്കുന്നത്. വന്നു കയറിയ പെണ്ണുങ്ങൾ ചൊവ്വുള്ളതും അനുസരണമുള്ളതും ഒക്കെ ആയതുകൊണ്ടല്ലേ ഈ സ്നേഹബന്ധം മുറിയാതെ പോകുന്നത്. 7 മക്കളുടെ വീട്ടിൽ ഓരോ ദിവസം തവണ വെച്ച് വിരുന്നാണ്. ആ ദിവസം എല്ലാവരും, മക്കൾ, മരുമക്കൾ, കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ കൂടും. എന്തൊരു സന്തോഷം! ഈ സഹോദര സ്നേഹം, പങ്കുവയ്ക്കൽ ഈ മക്കളുടെ അകത്ത് ആരാണ് പകർന്നു കൊടുത്തത്? ആ അമ്മയല്ലേ? പിന്നെ ഈ മാതാപിതാക്കളുടെ മക്കളല്ലേ? അവർക്കും കുറെ കുഞ്ഞുങ്ങൾ കാണും. ഇവരെല്ലാം കൂടി ഒരു വീട്ടിൽ വിരുന്നിന് കൂടുമ്പോൾ ആ ചുറ്റുപാടും ദേശക്കാരും ഒക്കെയാണെന്നറിയും. കാരണം ഒരു ഉത്സവത്തിനുള്ള ആള് കാണും. ദേശത്തതൊരു സാക്ഷ്യമല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും വിരുന്നുവട്ടം തികയുമ്പോൾ അപ്പൻ അവരെല്ലാവരെയും യാഗത്തിന് വിളിച്ചു കൂട്ടുന്നു. അപ്പോഴും അനുസരണയോടെ
വരുന്ന മക്കൾ. എന്തൊരനുഗ്രഹം! ജോലിക്കാരുടെയും ആ ദേശക്കാരുടെയും ഇടയിൽ എന്തൊരു സാക്ഷ്യം! ഈ യാഗം വല്ലപ്പോഴും അല്ല കേട്ടോ. 5-ാം വാക്യം ഇങ്ങനെയാണ്: ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇത് ശ്വാസോച്ഛ്വാസം പോലെ അവരുടെ ജീവിതചര്യയായി കഴിഞ്ഞു. പൂർവ്വദിഗ്വാസികളെല്ലാം ഇതറിഞ്ഞിട്ടുണ്ടാകും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. എഴുതപ്പെട്ട നിയമങ്ങളോ ന്യായപ്രമാണമോ ഒന്നുമില്ലാതിരുന്ന കാലത്താണ് ഇത്ര ചിട്ടയോടെ മക്കളെ വളർത്തി കുടുംബബന്ധം നിലനിർത്തി പോകുന്നത്. ഉത്തരവാദിത്തങ്ങൾ തീർത്ത് സംതൃപ്തിയോടെ 50-60 വയസ്സായ ഇയ്യോബും ഭാര്യയും വീടിന്റെ കോലായി ഇരിക്കുന്നു. എന്തൊരു നല്ല കാഴ്ച! ആ ദേശത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ജോലിക്കാർ, അവരുടെ കുടുംബങ്ങൾ, മൃഗസമ്പത്ത്, അതുപോലെ 10 കുടുംബങ്ങൾ, അടുത്തടുത്ത ദേശത്ത് അവരുടെ സമ്പത്തും പരിവാരങ്ങളും, ഉയർന്ന ഇലക്ട്രിക് പോസ്റ്റുകളിൽ കത്തുന്ന 10 നിയോൺ വിളക്കുകൾ പോലെ, ആകെ കൂടി ചിങ്ങമാസത്തിലെ പ്രഭാത സൂര്യകിരണം പോലെ കിഴക്ക് ദേശം എങ്ങും വഴിഞ്ഞൊഴുകുന്ന സമാധാനം, ശാന്തി, സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ സ്വപ്നവും അതുതന്നെ. അത് സാക്ഷാത്കരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാളെ നാം വീണ്ടും കാണും വരെയും ദൈവത്തിന്റെ ചിറകടിയിൽ നമ്മെ ദൈവം സൂക്ഷിക്കട്ടെ.